ഹായ് നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്ജെൻഡർ ആ കമ്മ്യൂണിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. അതാണ് കേട്ടോ. കാരണം നമ്മൾ എന്താ പറയുക, നമ്മൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചതാണെന്നല്ലോ ഓരോ പാഠങ്ങൾ. അന്നേരം അത് തീർച്ചയായിട്ടും അത് സംസാരിക്കണം തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇപ്പം ഞാനൊരു വുമണാണ്. കാരണം എൻ്റെ ശരീരത്ത് ഒരു മെന്നിൻ്റെ ഹോർമോൺ ഉണ്ടെങ്കിൽ ഞാൻ ജനിച്ച് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക്, ഇല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയായി വരുന്ന സമയത്ത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ശരീരത്തിനുള്ളിൽ ഒരു മെൻ ഉണ്ട് എന്ന്. അതുപോലെ ഒരു മെന്നാണ് ഉണ്ടെങ്കിൽ അവരുടെ ശരീരത്ത് ഒരു വുമൺ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഹോർമോൺ ഉണ്ടെങ്കിൽ അവരതേ സിറ്റുവേഷൻ പ്രായപൂർത്തിയാവുന്ന ഓരോ സമയങ്ങൾ അറിയപ്പെടും. അവരൊരു ബോയ് ആയിട്ടും അവരുടെ ശരീരത്തുള്ളത് ഒരു വുമണിൻ്റെ ഹോർമോണാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇപ്പം പറ്റും. അന്നേരം അവരെ തിരിച്ചറിയുമ്പോഴത്തേക്ക് അവരാ വീട്ടിൽ നിന്ന് അവർ പുറത്താക്കപ്പെടും. ചിലപ്പോൾ അവരെ മതത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടും. പിന്നെ ചില ആൾക്കാർ നാടും വീടും വിട്ട് പുറത്തു പോകേണ്ട വരും. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അവർ അനുഭവിക്കും, കുറേ അനുഭവങ്ങളും ദുഃഖങ്ങളും എല്ലാം അനുഭവിച്ചവർ. ചിലവർ നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ചില പെൺകുട്ടികളുമുണ്ട് മെന്നായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരും. അതുപോലെ ആൺകുട്ടികളുമുണ്ട് പെണ്ണായിട്ട് നല്ല രീതിയിലും അവർ അനുഭവിച്ചു വന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പല മീഡിയയിൽ കൂടെ പല ആൾക്കാരും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിന്ന് അവരെക്കുറിച്ചൊന്നുമല്ല പറയാനുള്ളത്. ഇവരിടയിലേക്ക് ഈ രണ്ട് തരത്തിലും ആൾക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് കയറുന്ന ചില മനുഷ്യരുണ്ട്. കാരണം അതിലെടുത്ത് പറയാൻ, പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടായിട്ടും പെട്ടെന്ന് അവർക്കൊരു തിരിച്ചറിവ് ബോധം വരുമോ, ഞാൻ എൻ്റെ ശരീരത്തുള്ളത് ഒരു മെന്നിൻ്റെ ഹോർമോണാണ്, ഞാൻ നാളെ മുതൽ ആണാണ് എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന ചില പെണ്ണുങ്ങളും ഉണ്ട്. അതുപോലെ ചില ആണുങ്ങളുണ്ട്, കല്യാണം കഴിച്ച് കുടുംബമായി വേറൊരു പെണ്ണിൻ്റെ ജീവിതം ചെന്ന് കോഞ്ഞാട്ടിയായി അവർക്ക് മക്കളെയും കൊടുത്ത് അതിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ഈ രണ്ട് ടൈപ്പിൽ നിന്നും ആൾക്കാരുണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്നത്. ചെന്ന് പെട്ട് നിൽക്കുന്നവിടെ ട്രാൻസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലോട്ട് ചെന്ന് പെടും. കാരണം അവർക്ക് സമൂഹം നൽകുന്ന ബെനിഫിറ്റും അതുപോലെ ഗവൺമെൻറ് നൽകുന്ന കുറേ ആനുകൂല്യങ്ങളുണ്ട്. അതിൽ നിന്ന് കൈയിട്ട് വരാനാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ചെന്നിട്ട് അവരെയും കൂടെ കുഴപ്പിച്ചിട്ട് അവർക്ക് ഈ സമൂഹത്തിൽ ഒരു വേറെ രീതിയിൽ വേറുള്ള ജെൻഡറിൽപ്പെട്ട ആൾക്കാർ അവരെ വേറെ ലെവലിൽ കാണുന്ന രീതിയിൽ കൊണ്ടെത്തിക്കപ്പെടും. കാരണം ഇങ്ങനെ ആയ ആൾക്കാരെ എനിക്ക് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇപ്പം ഒരു ഇല്ലെങ്കിൽ ഒരു വുമൺ ഒരു മെന്നായി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി ആ ഒരു പ്രശ്നത്തിൽ അവരാ ഡീൽ ചെയ്യുന്ന രീതി കാണുമ്പോൾ അറിയാം ഇവർ പെണ്ണിൻ്റെ രീതി തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന്. ഒരിക്കലും ഒരു ആണിൻ്റെ രീതിയിലല്ല അവർ ജീവിക്കുന്നതെന്ന് നമുക്ക് ആ സ്പോട്ടിൽ മനസ്സിലാവും, തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം ഇവർ സംസാരിക്കുന്ന രീതി ഇപ്പോൾ കാണുമ്പോൾ ആയിരിക്കും വലിയ ആണുങ്ങളുടെ രീതിയാണ് എല്ലാം. പക്ഷെ അല്ലല്ല, അവരെ മനസ്സപ്പോഴും പെണ്ണിലാ നിൽക്കുന്നതെന്ന് ഒറ്റ രീതിയിൽ ആ പ്രശ്നം ഡീൽ ചെയ്യുന്ന രീതിയിൽ കാണാം നമുക്ക്. വെച്ചാൽ ഒരു സ്ത്രീ എങ്ങനെ ഒരു കാര്യം എടുക്കുമോ അതേ മെത്തേഡിൽ അവർ ആ കാര്യം എടുത്തിട്ട് പ്രവർത്തിക്കും. അത് കാണാൻ ഇത് പെണ്ണിൻ്റെ സ്വഭാവം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്, ഒരിക്കലും ഒരു ആണിൻ്റെ ക്യാരക്ടറല്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. അന്നേരം എനിക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇങ്ങനെ വരുന്ന ആൾക്കാരെ അവരെ മുഖംമൂടി വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ പുറത്താക്കിയിട്ട് നിങ്ങൾക്കൂടെ പേരുദോഷം ഉണ്ടാക്കാതിരിക്കുക. അതാ ചെയ്യേണ്ടത്. ഇങ്ങനെ ആണിനെയും പെണ്ണിനെയും പുറത്താക്കിയേക്കണം. കാരണം അവരോട് ചെയ്യുന്ന ദ്രോഹമാണ്. കാരണം അവരെ ബെനിഫിറ്റും പോയി എടുത്ത് യൂസ് ചെയ്ത് അവരുടെ ആ കമ്മ്യൂണിറ്റിക്കും ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അത് അവർ തന്നെ പറയുന്നുണ്ട്. ചില ആൾക്കാരെ കുറിച്ച് ചില ഇൻ്റർവ്യൂവിലും ചില ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ നൂറിൽ മുനീർ എന്ന് പറഞ്ഞൊരു പൂർണ്ണേന്ദു എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു വാരണാസിയെക്കുറിച്ചൊരു ബുക്ക് എഴുതുന്നു. അത് ഞാൻ വായിച്ചിരുന്നു. അത് രണ്ടാമത് പുള്ളി ഒരു ബുക്ക് ഇറങ്ങി, അത് വായിച്ചു. മൂന്നാമത്തെ ഒരു ബുക്കിൽ ഞാൻ കണ്ടു പുള്ളി
പുള്ളിയുടെ ഒരു ഷോട്ട് കണ്ടതാണ്. പക്ഷേ എനിക്ക് ബുക്ക് മേടിക്കണം. പുള്ളിയുടെ എല്ലാ ബുക്കും ഞാൻ മേടിക്കാറുണ്ട്. അന്നേരം അതിൽ പുള്ളി ഈ ട്രാൻസ്ജെൻഡർ എന്ന കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് അതിൽ വായിക്കുന്നുണ്ട്. അവരുടെ അവയവങ്ങൾ മുറിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഒരു ചിത്രം തന്നെ പുള്ളി അതിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പം മാനസികമായിട്ട് ഭയങ്കര വിഷമിച്ച ഒരു സ്ത്രീയാണ് ഞാൻ. കാരണം എത്രത്തോളം അവർ ആ ദുരിതങ്ങൾ അനുഭവിച്ചാണ് അവരവിടെ എത്തി നിൽക്കുന്നതും, ഇല്ലെങ്കിൽ ഒരു ആണ് ഇല്ലെങ്കിൽ ഒരു പെണ്ണാകണം എന്നുള്ള അനുഭവങ്ങൾ അനുഭവിച്ചെത്തി നിൽക്കുന്നത്. കാരണം ചില സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പോലും അറിയാതിരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. അതുപോലെ തന്നെ ചില പെണ്ണുങ്ങൾ ആണാകുന്നതും, പക്ഷെ അതൊന്നും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ആൾക്കാരാവരുത് കേട്ടോ. കാരണം അവരെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും അവർ ലൈഫിലുണ്ടായ പല പ്രശ്നങ്ങൾ കൊണ്ടും അവർ വീട്ടിൽ നിന്നൊക്കെ ചില ആൾക്കാരെ അടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. നമുക്കറിയാം, മിക്ക ആൾക്കാരെ നമുക്കത് അറിയാവുന്നതാണ്. അവരനുഭവിച്ച ഈ ഒരു ഹോർമോൺ അവരുടെ ശരീരത്തിൽ ഉണ്ടായിട്ട് അവർ അനുഭവിച്ച കാര്യങ്ങൾ. ഇപ്പോഴത്തെ പോലെ ചെന്ന് ആൾക്കാർ ചെന്നിട്ട് പെട്ടെന്നൊരു മഴയെ തൊലിച്ച് വന്നിട്ട് എനിക്ക് പെണ്ണാകണം ഇല്ലെങ്കിൽ എനിക്ക് ആണാകണം എന്ന് പറയുന്ന രീതിയിലല്ല. അവർ ആ ഒരു പ്രായം മുതൽ അവർ അനുഭവിച്ചു വന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ എപ്പോഴും ഒരു ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന മനുഷ്യരെന്നേ പറയത്തുള്ളൂ. കാരണം അവർ ഇത്രയും ബ്ലസ്സായ മനുഷ്യർക്കാണ് അങ്ങനെ ഞാൻ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും. അതിങ്ങനെ വേഷം കെട്ടുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വേറെ ഒന്നും ചിന്തിക്കരുത് ആരും. നിങ്ങളെക്കുറിച്ച് തെറ്റായി പറഞ്ഞതല്ല. നിങ്ങൾക്കിടയിൽ വേഷം കെട്ടി വരുന്ന ആൾക്കാരെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അവരാണ് ചില ഫാമിലി കയറി ചില കാര്യങ്ങൾ നടത്തുന്നതും അവർ കുടുംബം പോലെ വേറെയുള്ളവരുടെ ഫാമിലി ആക്കണമെന്ന് ചിന്തിക്കുന്നതും അവർ തന്നെയാണ്. അത് പറയാൻ കാരണമായതുകൊണ്ടാണ് ചില ആൾക്കാർ ചില കാര്യങ്ങളൊന്നും എന്നോട് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ഇന്ന് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. അന്നേരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ എല്ലാവരും ഓക്കെ, ബൈ ബൈ, ടാ.